10th Standard New Textbook Geography Climatic Regions and Climate Change കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. മൺസൂൺ കാലാവസ്ഥാ മേഖല മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്നു. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ചും കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനം ഉള്ളതുകൊണ്ട് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നു. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലും ആയിരിക്കും. ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്തിൽ നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിൽ ഉണ്ട്. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നാണ് മൺസൂൺ വനങ്ങൾ അറിയപ്പെടുന്നത്. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് മൺസൂൺ മേഖല. ഇതൊരു പ്രധാന കാർഷിക മേഖലയാണ്. ഉഷ്ണമേഖലാ വിളയായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അപൂർവം ചില പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷിരീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നത് അനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ്.